അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യൂസുഫിൻ്റെ സ്വപ്നവ്യാഖ്യാനത്തിൻ്റെ രണ്ടാം ഭാഗമാണിത്. തർത്തീബ് എന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാം ഭാഗത്തിൽ പറഞ്ഞ നല്ല സ്വപ്നം കണ്ടാൽ എന്തൊക്കെ ചെയ്യണം. രണ്ടാം ഭാഗത്തിൽ ആരംഭിക്കുന്നത് മോശ സ്വപ്നം കണ്ടാൽ നാം ഏത് രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ്. മോശ സ്വപ്നം കണ്ടാൽ ആദ്യമായി അള്ളാഹുവിനോട് ഷെയ്ത്താനെ തൊട്ട് അഭയം ചോദിക്കുക, അതാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയലും. രണ്ടാമത് ഇടത് ഭാഗത്തേക്ക് ഉമിനീരില്ലാതെ 3 പ്രാവശ്യം തുപ്പലും. പിന്നെ അവൻ കിടക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കലും ആ ഭാഗം മാറിക്കിടക്കലും. ഇതുകൊണ്ട് അല്ലാ യുഹദ്ദിസ ബി അഹദൻ, ഒരാളോടും അവൻ സംസാരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്നിട്ടും മനസ്സിന് വിഷമമുണ്ടെങ്കിൽ എനിക്ക് ദുആ ചെയ്യാം, പുറത്താരോട് പറയണ്ട. കാരണം മോശ സ്വപ്നങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഷൈത്താൻ നിന്നെക്കൊണ്ട് കളിക്കുന്ന കാര്യം നീ പുറത്താരോട് പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞിട്ട് വെറുതെ എക്കശക്കുണ്ടായിട്ട് ടെൻഷൻ ഉണ്ടാക്കിയിട്ടില്ലാതെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയിട്ട് വിഷമിക്കേണ്ട. വ്യാഖ്യാനങ്ങൾ ചിലപ്പോൾ ദുരുപയോഗത്തിലെത്തിപ്പോയാൽ ചിലപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുക എന്ന് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ സ്വപ്നം നന്നാവുക എന്നുള്ളത് അയാളുടെ ജീവിതകാലത്തിലെ വ്യക്തിത്വത്തിലേക്ക് നോക്കിയിട്ടാണ്. നല്ല മനുഷ്യനാണ്, നല്ല സംസാരം പറയുന്നവനാണ് എങ്കിൽ അയാളുടെ സ്വപ്നവും നല്ലത് തന്നെയായിരിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗം, ഈ ഒരു ഹദീസ്, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ അഹ്സനുൽ ഖസസ് എന്ന് വരാനുള്ളൊരു പ്രശ്നം, യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അചഞ്ചലമായിരിക്കുന്ന വിധിക്ക് പാത്രീഭൂതനായിട്ട് നബിയായ ഒരു യൂസുഫ് നബി അലൈഹിസ്സലാം വളരെ പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഒരു സ്വപ്നത്തോടുകൂടി തുടങ്ങുകയും മറ്റൊരു സ്വപ്നം കൊണ്ട്, അഥവാ തൻ്റെ ഒന്നിച്ച് ജയിലുണ്ടായവരിൽ നിന്ന് രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഭീകരമായിരുന്നു. 7 പശുക്കളെ, നല്ല പശുക്കളെ 7 പശുക്കൾ ഭക്ഷിക്കുന്നതായിട്ടൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം ചോദിച്ച എല്ലാവരും അത് പൊയ്സ്വപ്നമാണെന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെക്ക് വന്നപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അതിന് വ്യാഖ്യാനം കൊടുത്തത് അടുത്ത് വരാൻ പോകുന്ന 7 വർഷം അത് വളരെ ഭംഗിയുള്ളതും സാമ്പത്തിക പുഷ്ടിയുള്ളതുമായിരിക്കും. ഈ 7 കൊല്ലങ്ങൾ നിങ്ങൾ അടുത്ത് വരാൻ പോകുന്ന 7 വർഷം വളരെ ഭീകരവും വരൾച്ചയുള്ളതും വളരെ ബുദ്ധിമുട്ടേറിയതുമായിരിക്കും. ആ 7 വർഷത്തേക്ക് നിങ്ങൾ തയ്യാറെടുത്ത് വെക്കുകയും കൃഷികളൊക്കെ നല്ലോണം ചെയ്താൽ നിങ്ങൾ മുഴുവൻ അത് കഴിച്ച് തീർക്കാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിട്ട് അടുത്ത 7 വർഷത്തേക്ക് നിങ്ങൾ ഒരുങ്ങണമെന്ന് പറയുകയും യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് രാജാവ് സംസാരിച്ചപ്പോൾ രാജാവ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുകയും ക്രമേണ യൂസുഫ് നബി അലൈഹിസ്സലാം അതിൻ്റെ മൊത്തത്തിൽ ഭരണം ഏറ്റെടുക്കുകയും അവസാനം തൻ്റെ നാട്ടിൻ്റെ ചുറ്റുഭാഗത്തുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയും തന്നെ നാട്ടിൽ നിന്ന് പുറപ്പെടുവിക്കാനും നശിപ്പിക്കാനും തീരുമാനിച്ച ജനങ്ങളും സഹോദരന്മാർ പോലും ഭക്ഷണത്തിന് വരികയും യൂസുഫ് നബി അലൈഹിസ്സലാം അതുവഴി അവരെ തിരിച്ചറിയുകയും തൻ്റെ അനുജനെയൊക്കെ തിരിച്ചറിയുകയും അങ്ങനെ വീണ്ടും പിതാവിലേക്ക് തിരിച്ചെത്തുകയും അവരെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ പിതാവേ ഇതെൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് എന്ന് പറയുകയും ചെയ്ത വലിയൊരു സംഭവവും ചരിത്രവുമാണ് ഇതിലുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചാൽ അതെന്തായാലും നടപ്പിലാക്കുക തന്നെ ചെയ്യും. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാം വളരെ ചെറുപ്രായത്തിൽ തൻ്റെ സഹോദരന്മാരാൽ വധിക്കപ്പെടാൻ എല്ലാ സെറ്റപ്പും ഉണ്ടാവുകയും കിണറിൽ വലിച്ചെറിയുകയും വലിയ കല്ലുകൾ എറിഞ്ഞിട്ട് മരിച്ചു എന്ന് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം നബിയാകണമെന്നും ഭരണാധികാരിയാകണമെന്നും ഒക്കെയാണ്. ആ തീരുമാനമനുസരിച്ച് അള്ളാഹു രക്ഷപ്പെടുത്തുകയും മറ്റൊരാൾക്ക് അമിതമായ സ്നേഹം തോന്നുകയും അവർ സംരക്ഷണം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈമാൻ കാര്യം 6ആണ്. 6ാമത്തത് ഖൈറും ഷർറുമായ മുഴുവൻ കാര്യങ്ങളും നാം അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കലാണ്. ഈ ഒരു വിശ്വാസത്തിൻ്റെ തകരാറ് കൊണ്ടാണ് മനുഷ്യന്മാർ ഇന്ന് ആത്മഹത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികൾ എന്തുണ്ടായാലും എൻ്റെ റബ്ബ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവനാണെന്ന് നാം ചിന്തിക്കുകയും ഇസ്ലാമിൽ മുറുകെ പിടിച്ച് ജീവിക്കുകയും മരണസമയം വരെ
തൻ്റെ ശരീരത്തിനെ നശിപ്പിക്കാതിരിക്കുകയും ചെയ്യണം. ആത്മഹത്യ പറയുമ്പോഴാണ് ഒരു ഹദീസ് ഓർമ്മ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ, എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തുവോ ആ ആത്മഹത്യ ചെയ്ത അതേ വിഷയം കൊണ്ട് നരകത്തിൽ അവനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ബ്ലേഡ് എടുത്ത് മുറിച്ചവനാണെങ്കിൽ അങ്ങനെ, വേടങ്ങ് ഉയരത്തിൽ നിന്ന് താഴോട്ട് വീണിട്ട് മരിച്ചവനാണെങ്കിൽ അങ്ങനെ. ആത്മഹത്യ ചെയ്തവനിക്ക് നമ്മൾ വിചാരിക്കും മരണം കൊണ്ട് എൻ്റെ ജീവിതം ഇവിടെ തീർന്നു, ഒരു പ്രശ്നം ഒഴിഞ്ഞു കിട്ടിയെന്ന് വിചാരിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. മറിച്ച് തിരിച്ചെത്തുന്നത് അങ്ങനെയല്ല. തിരിച്ചു വരുന്നത് അവൻ എത്ര കാലമായാലും അവൻ്റെ ശിക്ഷ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ ശാശ്വതമായിരിക്കുന്നൊരു പരാജയമാണ് താൽക്കാലികമായൊരു ആത്മഹത്യ കൊണ്ട് നാം കണ്ടെത്തുന്നത്. അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. രസകരമായ ചരിത്രം തന്നെയാണ്. അതിൽപ്പെട്ടതാണ് സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പ്രേമിച്ചൊരു കാര്യം. പ്രേമിച്ചിട്ട് അവരോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ട സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്നെ കൊടുക്കാൻ സുലൈഖ ബീവി തീരുമാനിച്ചു. അങ്ങനെ ഇവരാണെന്ന് പറഞ്ഞപ്പോൾ ഇവരെ ജയിലിലടക്കലല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിലടക്കപ്പെടുകയും പിന്നെ ഈ വിഷയം നാട്ടിലാകെ പാട്ടായി. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാം ഈ സുലൈഖ എന്നവർ തൻ്റെ വീട്ടിലുള്ള ആ യുവാവിനെ പ്രേമിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ സുലൈഖ ബീവി അവിടെ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് ചെയ്തത്. എന്താണ് ചെയ്തത്? നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവനും പിന്നെ വിരുന്ന് വിളിക്കുകയും ചെറിയൊരു ആപ്പിൾ പോലെയുള്ളൊരു പഴം അവരുടെയൊക്കെ കയ്യിൽ കൊടുത്തിട്ട് നല്ല മൂർച്ചയുള്ളൊരു കത്തിയും കൊടുത്തിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഒരു റൂമിലാക്കിയിട്ട് എല്ലാ സ്ത്രീകളെയും അവിടെ നിർത്തിയതിന് ശേഷം യൂസുഫെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ നടുക്കിലൂടെ നടന്നു പോയിട്ടേ ഉള്ളൂ. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ലോകത്തിൻ്റെ പകുതി സ്റ്റൈലും നൽകപ്പെട്ടു എന്നാണ് ഹദീസുകളിലൊക്കെ കാണുന്നത്. ഈ സ്റ്റൈലിൻ്റെ കടുപ്പം കൊണ്ട് അവരെല്ലാവരും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഒറ്റ ശ്രദ്ധിക്കുകയും കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് പഴം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബോധം പോവുകയും, ബോധം വെച്ചാൽ അവരുടെ ആ ശ്രദ്ധ അങ്ങോട്ട് മാറുകയും എല്ലാവരും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എന്തോ ഒരു നിലയിൽ ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരുടെയും കൈമുറിക്കപ്പെട്ടൊരു കഥ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ യൂസുഫ് നബി ഈ സുലൈഖ ബീവി ചോദിച്ച കാര്യം, നിങ്ങൾ എന്നിട്ടാണോ ഈ ഒരു സെക്കൻഡ് ക്ഷമിക്കാൻ, ഈ യൂസുഫിനെ കണ്ടിട്ട് ക്ഷമിക്കാൻ സാധിക്കാതെ നിങ്ങൾ വർഷങ്ങളായി പോറ്റി വളർത്തുന്ന എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അവിടെയുള്ള സ്ത്രീകൾ അഥവാ സുലൈഖ പറഞ്ഞു, ഇനിയെങ്ങാനും ഞാൻ പറഞ്ഞ കാര്യത്തിന് ഇവർ വഴിപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇവനെ ജയിലിൽ കടത്തുക തന്നെ ചെയ്യുന്നുള്ള നിലക്ക് സംസാരിച്ചപ്പോൾ പെണ്ണുങ്ങൾ പോലും യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ശുപാർശ ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്, മോനെ നിൻ്റെ രക്ഷിതാവ് പറയുന്നത് പോലെ നീ കേൾക്കണം. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ പറഞ്ഞത് റബ്ബിസ്സിജിനു അഹബ്ബു ഇലയ്യ, പടച്ചവനെ ഇവരെന്നെ ഏതൊരു തമ്മാടിത്തത്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനേക്കാളും നല്ലത് എനിക്ക് ജയിലറയാണ്. അപ്പോൾ അതും നമുക്കൊരു പാഠമാണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മതം വലിച്ചെറിയുന്ന, ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിസാര വിഷയങ്ങൾക്ക് വേണ്ടി യുക്തിവാദികളാകുന്നവർ, അതല്ലെങ്കിൽ പിന്നെ മതത്തെ വെറുക്കുന്നവർ, ഇനി വെറുക്കുന്നില്ല ഇസ്ലാമിൽ തന്നെ ഉള്ളവർ പോലും ചില ആശയങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് ഇസ്ലാമിൽ അറിയപ്പെട്ട ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അറിയപ്പെട്ട ആശയങ്ങളെ വലിച്ചെറിയുകയും കുറ്റപ്പെടുത്തുകയും പഴഞ്ചനായി പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. പാഠമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇസ്ലാമിനെ വലിച്ചെറിയാൻ നാം തയ്യാറാകരുത്. ഏതെങ്കിലും ഒരു വിഷമം നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് മറ്റ് തെറ്റുകൾ നാം ചെയ്യാൻ പാടില്ല. അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇതാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളേണ്ടത്. മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളത്, യൂസുഫ് നബി അലൈഹിസ്സലാം വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മാതാപിതാക്കളെ കണ്ടെത്തുകയും അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാർ വന്ന് ഒക്കെ സംസാരിച്ച് പിതാവ് അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് നബി ചെയ്തൊരു കാര്യം, ഇദ്ഹബൂ ബി ഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബി യഅതി ബസീറ, ഈ എൻ്റെ ഖമീസ് എടുത്തിട്ട് നിങ്ങൾ ഉപ്പാരടുത്തേക്ക് പോകണം. ഉപ്പ കരഞ്ഞ് വർഷങ്ങളായി മകനെ കാണാതെ സങ്കടം കൊണ്ട് കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടതായിരുന്നു. എന്നാൽ നിങ്ങൾ എൻ്റെ ഈ ഖമീസ് കൊണ്ടുപോയിട്ട്
പിതാവിൻ്റെ മുഖത്തിടണം. മുഖത്തിടലോടുകൂടി എൻ്റെ പിതാവിന് എന്താവും, കാഴ്ച വരികയും എന്നിട്ട് നിങ്ങൾ മുഴുവൻ കുടുംബക്കാരെയും കൂട്ടി ഇങ്ങോട്ട് വരികയും ചെയ്യണമെന്നാണ് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഔലിയാക്കളുടെ ആസാറുകൾ, ഔലിയാക്കളുടെ ദുആകൾ, അവരുടേതായ ആസാറുകൾ, അവരിൽ നിന്ന് വാങ്ങുന്ന തബറുക്കുകൾ, അതൊക്കെ ബറക്കത്തുള്ളതാണ് എന്ന് ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി. എല്ലാത്തിനെയും നിസാരപ്പെടുത്തൽ, ലാ തഹക്കിറന്ന മിനൽ മഅറൂഫി ശൈഅ, നല്ല കാര്യത്തിൽ നിന്ന് ഒന്നിനെപ്പോലും നിസാരപ്പെടുത്തി കളയാൻ പാടില്ല എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് പാഠമുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചെറിയൊരു വിഷയമാണെങ്കിലും വലിയൊരു പാഠം നമുക്കതിൽ നിന്ന് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞത്. യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ മാതാപിതാക്കളെ ഒക്കെ വിളിച്ചു കൂട്ടി, കുടുംബക്കാരെ വിളിച്ചു കൂട്ടി, എല്ലാവരും ഖർറൂ ലഹു സുജ്ജദ, എല്ലാവരും യൂസുഫ് നബി അലൈഹി സ്വലാമിന് വഴിപ്പെട്ട് ഇങ്ങനെ വണങ്ങിയപ്പോഴാണ് യാ അബത്തി ഹദാ തഅ്വീലു റുഇയായ മിൻ ഖബുൽ ഖദ് ജഅലഹാ റബ്ബി ഹഖാ എന്ന് പറഞ്ഞത്. റബ്ബേ, പിതാവേ, ഇത് എൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്, എൻ്റെ റബ്ബ് ഇത് ശരിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ നല്ല ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നല്ല സ്വപ്നങ്ങൾ പൂർണ്ണമായും പുലരാൻ സാധ്യതയുള്ളതാണ്. മോശ സ്വപ്നങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അത് ചില ലക്ഷണങ്ങളൊക്കെ ആകാമെങ്കിലും നാം ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുകയും അള്ളാഹുവിനോട് അഭയം ചോദിക്കുകയും അതിനെതിരെ നമുക്ക് മനസ്സിന് വിഷമമുണ്ടെങ്കിൽ നാം അതിനെതിരെ ദുആ ചെയ്യുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ നല്ല നിലക്ക് കൈകാര്യം ചെയ്യാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ കാര്യങ്ങൾക്കൊക്കെ കൈകാര്യം ചെയ്യുന്ന, എന്തൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഷെയ്ഖുന ഉസ്താദ് അവർകൾക്ക്, മുഹമ്മദ് കുഞ്ഞി ഉസ്താദ് 5-ാം പീടിക ഉസ്താദ് അവർകൾക്ക്, അതുപോലെ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന കുറേ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, മുതിർന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും മറ്റുള്ള എല്ലാ ശിഷ്യന്മാർക്കും ദീനീ രംഗത്ത് ഉയരാനും ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനും കടങ്ങളിൽ നിന്നും ലോണുകളിൽ നിന്നും വൈഷമ്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സന്തോഷകരമായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ഉസ്താദുമാർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.